രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് പഞ്ചമില്ലാത്ത നാടാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിനു ശേഷം പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഞാനത് കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വിവാദങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. വിവാദങ്ങൾക്ക് പകരം സംവാദങ്ങളാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ BJP അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തകന്മാരായിട്ടുള്ളവർ. അത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് അതിന് മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ അത് ഒരു വലിയൊരു വിഷയമായി എടുത്ത് നമ്മുടെ ചർച്ച വഴിമാറ്റി കൊണ്ടുപോകാനുള്ളൊരു തോന്നലേ ഞങ്ങൾക്കില്ല. അങ്ങനെ വേണമെന്നില്ല. നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ വിവാദങ്ങൾ ഒഴിവാക്കി സംവാദങ്ങളിലേക്ക് കടക്കാം. സംവാദങ്ങളിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ, പുതിയ പുതിയ പദ്ധതികൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. അതനുസരിച്ചുള്ള ഒരു മണ്ണൊരുക്കലാണ് നമുക്ക് ആവശ്യം. നാമനിർദ്ദേശത്തിന് ശേഷം രാഷ്ട്രീയമായി ഒരു വിഭാഗത്തിൽ നിന്ന് വലിയ തോതിൽ സൈബർ ആക്രമണവും താങ്കൾക്ക് നേരെ ഉണ്ടായി. അതെ, താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഈ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാകും എന്ന് ഞാൻ കരുതുകയാണ്. അതിനെ സംബന്ധിച്ച് സൈബർ ആക്രമണങ്ങൾ അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലർക്കെതിരെയും പലതിനെതിരെയും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടുമില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് സ്വാഭാവികമായ രീതിയിൽ കെട്ടടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ കണ്ണൂരിൽ പ്രത്യേകിച്ച് ദശാബ്ദങ്ങളോളം നിലനിന്ന രാഷ്ട്രീയ അക്രമങ്ങൾ, ആ രാഷ്ട്രീയ അക്രമങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വന്ന അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവരായിട്ടുണ്ട്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയം എന്നുള്ളത് മേഡത്തിന് അറിയാമോ എന്നെനിക്കറിയില്ല. എനിക്ക് നേരെ നടന്ന അക്രമത്തിൻ്റെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചു. അത് ഹൈക്കോടതിയിൽ ഈ അടുത്താണ് അതിൻ്റെ ഫൈനൽ വിധി വന്നത്. അവസാന വിധി പ്രഖ്യാപിച്ചത് ഹൈക്കോടതിയിലാണ്.